മലയാള സിനിമയിലെ ടോപ്പ് 5 സ്റ്റാർസ് ആരാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിപ്പോൾ അന്നായാലും ശരി ഇന്നായാലും ശരി ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ ആൻഡ് ജയറാമേട്ടൻ. അതിപ്പോൾ അവരിവിടെ സിനിമ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി പേഴ്സണലി ഇവരല്ലാതെ വേറൊരു പേര് ആ ലിസ്റ്റിൽ എനിക്ക് വരത്തില്ല. സോ അപ്പോൾ അത്ര ഇഷ്ടമുള്ള ആക്ടേഴ്സിന്റെ ലിസ്റ്റിലുള്ള ഒരാളാണ് ജയറാമേട്ടൻ. ബട്ട് ഇന്ന് ജയറാമേട്ടന്റെ അവസ്ഥ എന്തുവാണ്? ഏതൊക്കെയോ അന്യഭാഷാ സിനിമകളിൽ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത സഹനടൻ റോളുകൾ ചെയ്ത് നടക്കുകയാണ് ഇന്ന് പുള്ളി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് 2024 ജാനുവരിയിൽ ജയറാമേട്ടന് മലയാള സിനിമയിൽ ഒരു ഹിറ്റ് കിട്ടുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ എബ്രഹാം ഓസ്ലർ. എനിക്ക് പേഴ്സണലി ആ ഒരു സിനിമ യാതൊരു വിധത്തിലും ഇഷ്ടപ്പെടാതിരിക്കുകയും ആൻഡ് അതിലെ ജയറാമേട്ടന്റെ റോളും വളരെ ശോകമായിട്ടാണ് തോന്നിയത്. ബട്ട് സ്റ്റിൽ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് മകൾ എന്ന സിനിമ കൂടെ പരാജയപ്പെട്ടതിന് ശേഷം ജയറാമേട്ടന് ഒരു ഹിറ്റ് അല്ലെങ്കിൽ മലയാള സിനിമയിൽ ജയറാമേട്ടന് ഒരു കംബാക്ക് കിട്ടുമെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമ ഇറങ്ങുക. അത് തിയേറ്ററിക്കലി ഒരു വിജയമാവുകയും ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞുള്ള വളരെ അടുത്തുള്ള ഒരു ഇന്റർവ്യൂവിൽ ജയറാമേട്ടൻ പറയുകയും ചെയ്തു, ഇനി ഒരിക്കലും ഞാൻ ഈ സ്നേഹം, മലയാളികളുടെ സ്നേഹം നഷ്ടപ്പെടുത്തുകയില്ലെന്നും നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ചെയ്യും എന്നും പുള്ളി പറയുന്നത് ഞാൻ കേട്ടതാണ്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ഓൺ ദാറ്റ്. അന്ന് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടതാണ്. ബട്ട് അതിനുശേഷം ജയറാമേട്ടനെ മലയാള സിനിമ കണ്ടിട്ടില്ല. അതിപ്പോൾ നായകനായിട്ടായാലോ ശരി, ക്യാരക്ടർ റോളോ ക്യാമിയോയോ യാതൊരു വിധത്തിലും ജയറാമേട്ടൻ മലയാള സിനിമയിൽ തൻ്റെ പ്രസൻസ് പിന്നീട് കാണിച്ചിട്ടില്ല. പിന്നീട് പുള്ളി ചെയ്തതെല്ലാം തന്നെ മറ്റ് ഭാഷകളിൽ, തമിഴ്, തെലുങ്ക് പോലുള്ള ഭാഷകളിൽ വളരെ കോമാളി നിറഞ്ഞിട്ടുള്ള, തീരെ ഡെപ്തില്ലാത്ത, യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത എന്തൊക്കെയോ റാൻഡം റോളുകളാണ് പുള്ളി മറ്റ് ഭാഷകളിൽ പിന്നീട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഗോട്ട്, റിട്രോ, ഗെയിം ചേഞ്ചറൊക്കെ അതപ്പതനമാണ്. ഒരു സൂപ്പർ സ്റ്റാർ ഒരിക്കലും ക്യാരക്ടർ റോൾസ് ചെയ്യരുത്, മറ്റൊരു നടന്റെ സിനിമയിൽ സഹനടനെ അഭിനയിക്കരുത്, അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ബട്ട് സിൻസ് നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്, സോ ഒരു ക്യാരക്ടറിന്റെ നറേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ക്യാരക്ടറിന് ആ ഒരു പർട്ടിക്കുലർ സിനിമയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഒരു ഡെപ്ത് ഉണ്ടോ ആ ക്യാരക്ടറിന്. അത് മാത്രം നോക്കി ആ റോള് ചെയ്യുക. അല്ലാതെ ജയറാമേട്ടൻ ചെയ്യുന്ന റോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആ സിനിമയിൽ യാതൊരു ഡെപ്തും ഇല്ല. ആൻഡ് പേഴ്സണലി നമുക്ക് കാണുമ്പോഴും അയ്യോ ഇതെന്തിനാ ജയറാമേട്ടൻ പോയി ചെയ്യുന്ന ആ ഒരു ഫീലാണ്. ആൻഡ് ഇങ്ങനത്തെ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയറാമേട്ടൻ അവിടെ സ്വന്തം വാല്യൂ ആണ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞുള്ള സിനിമയിലെ ചില സീനുകളൊക്കെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് അയ്യേ, ലിറ്ററലി അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ആൻഡ് എപ്പോഴാണ് ജയറാമേട്ടന് മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു ഡൗൺഫോൾ ഉണ്ടാവാൻ തുടങ്ങിയത്? പലരും പറയുന്നത് കേൾക്കാറുണ്ട്, കണ്ണൻ താമരക്കുളവുമായിട്ടുള്ള ജയറാമേട്ടന്റെ കൊളാബറേഷനാണ് പുള്ളിയുടെ ഈ ഒരു അധപതനത്തിന് കാരണമെന്ന്. ആൻഡ് ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഒന്നിച്ച തിങ്കൾ മുതൽ വെള്ളി വരെ ജയറാമേട്ടന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് മൂവിയുമാണ്. ബട്ട് ആ ഒരു സിനിമയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച സിനിമകളിൽ ആടുപുലിയാട്ടം വാസ് കൊമേഴ്ഷ്യലി എ സക്സസ്. ആൻഡ് അച്ചായൻസും അത്യാവശ്യം തിയേറ്ററിൽ ഓടിയ ഒരു സിനിമയാണ്. ആൻഡ് പട്ടാഭിരാമൻ മേക്കിംഗ് ഒക്കെ വളരെ ശോകമായിരുന്നെങ്കിലും ആ ഒരു കണ്ടന്റ് ആയാലും അതിലെ ജയറാമേട്ടന്റെ ക്യാരക്ടർ ആയാലും അത്യാവശ്യം നല്ലതായിരുന്നു. സോ കണ്ണൻ താമരക്കുളത്തിനെ അങ്ങനെ അടച്ച് പറയാൻ പറ്റത്തില്ല. കാരണം എബ്രഹാം ഓസ്ലറിന് മുമ്പ് ഒരു ഹിറ്റ് ജയറാമേട്ടന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ണൻ താമരക്കുളവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തപ്പോൾ മാത്രമാണ്. ആൻഡ് തിങ്കൾ മുതൽ വെള്ളി വരയ്ക്ക് മുമ്പ് നോക്കിയാലും ജയറാമേട്ടൻ കുറെ മലങ്കൾട്ട് പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് സർസി, ഉത്സാഹ കമ്മിറ്റി, ഒന്നും മിണ്ടാതെ, സലാം കാശ്മീർ, ജിഞ്ചർ, അങ്ങനെ കുറെ സിനിമകൾ ചവറ് പോലെ ചെയ്ത് തന്നെയാണ് പുള്ളിയുടെ സ്റ്റാർഡം ആയാലും വാല്യൂ ആയാലും ഇല്ലാതായത്. ജയറാമേട്ടന്റെ അവസാനമായിട്ട് എല്ലാ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ 2011 ഇറങ്ങിയ സീനിയേഴ്സ് ആണ്. അതിനുശേഷം പുള്ളിക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു ഗംഭീര ബ്ലോക്ക് ബസ്റ്റർ പിന്നീട് അടിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഉലകം ചുറ്റും വാലിബൻ, മൈലാഞ്ചി മഞ്ചുള്ള വീട് പോലെ കുറച്ച് വാച്ചബിൾ ആയിട്ടുള്ള സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തിയേറ്ററിൽ വലിയ സക്സസ് അല്ലായിരുന്നു. മറ്റ് സൂപ്പർ സ്റ്റാർസ് ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ ഇവരെയൊക്കെ നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട് മലയാളത്തിൽ കുറച്ച് നല്ല സിനിമകൾ ചെയ്യാം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാം. ഇപ്പൊ സുരേഷ് ഏട്ടനൊക്കെ ഒരു MP ആയിട്ട് ഒരു പുള്ളി ഇവിടെ ഇപ്പോഴും മലയാള സിനിമകൾ ചെയ്യുന്നു. ദിലീപ് ഏട്ടന്റെ ബബ്ബയുടെ ടീസർ ഇന്നലെ ഇറങ്ങി. ലാലേട്ടൻ, മമ്മൂക്കൊക്കെ ബഞ്ച് ഓഫ് പ്രോജക്ട്സ് ഇനിയും വരാനുണ്ട്. ബട്ട് ജയറാമേട്ടന്റെ കാര്യം നോക്കിയാൽ പുള്ളിക്ക് എന്തോ ഒരു താല്പര്യമില്ലാത്ത ഫീലാണ്. ഓഫ്കോഴ്സ് ജയറാമേട്ടൻ ഒരു പ്രോജക്റ്റ് ഇവിടെ ഓണാക്കാൻ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടില്ല. ബട്ട് പുള്ളി അതിനുള്ള ഒരു ഇനീഷ്യേറ്റ് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതേസമയം മറ്റ് ഇൻഡസ്ട്രികളിൽ പോയി യാതൊരു സീരിയസ്നെസ്സും ഇല്ലാതെ കുറെ ലേസി ആയിട്ടുള്ള വെറും ശോകം ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ TV-യിലായാലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ജയറാമേട്ടൻ. എസ്പെഷ്യലി 90s പുള്ളി ചെയ്തിട്ടുള്ള
ചെയ്തിട്ടുള്ള ബഞ്ച് ഓഫ് സിനിമകൾ നമ്മൾ ഇന്നും എത്ര തവണ വേണമെങ്കിലും മടുപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കും. ലൈക്ക് ഫ്രണ്ട്സ്, ഞങ്ങൾ സന്തുഷ്ടരാണ്, സമ്മർ ഇൻ ബത്ലഹേം, സന്ദേശം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, പട്ടാഭിഷേകം, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ, മേലെപ്പറമ്പിൽ ആൺവീട്, CID ഉണ്ണികൃഷ്ണൻ, ഒരുപാട് സിനിമകൾ. 2000-ന് ശേഷമായാലും വൺ മാൻ ഷോ, മനസ്സിനക്കരെ, മയിലാട്ടം, മേക്കപ്പ് മാൻ, അങ്ങനെ കുറെ സിനിമ, ഹാപ്പി ഹസ്ബൻഡ്സ്, ആൻഡ് അതുപോലെ തന്നെ തിയേറ്ററിക്കലി സക്സസ് ആയില്ലെങ്കിൽ പോലും റിപ്പീറ്റ് വാല്യൂ ഉള്ള മാജിക് ലാമ്പ് പോലത്തെ സിനിമകൾ. അങ്ങനെ പെർഫോമർ ജയറാമേട്ടൻ അഴിഞ്ഞാടിയ ഒരുപാട് സിനിമകൾ നമ്മൾ ഇന്ന് റിപ്പീറ്റ് അടിച്ച് കാണുന്നു. സോ അത്രയ്ക്ക് കാലിബർ ഉള്ള ഒരു മനുഷ്യൻ. ആൻഡ് പുള്ളിയുടെ പെർഫോമിങ് കഴിവ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. റിട്രോയിലായാലും ചില മൈന്യൂട്ട് സാധനങ്ങൾ ജയറാമേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ചിരി വന്നു. അയാൾ ഇപ്പോഴും ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു പക്ക എന്റർടൈനർ പടം ഇന്ന് മലയാള സിനിമയിൽ സുഖമായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എ ബ്ലോക്ക് ബസ്റ്റർ. ബട്ട് അതിനൊക്കെ ആദ്യം സ്വന്തമായിട്ടൊരു ആഗ്രഹം വേണം. ജയറാമേട്ടൻ റിട്രോയുടെ ഒരു ഓഡിയോ ലോഞ്ചിൽ പറയുന്നത് കേട്ട് ഈ വർഷം 2 മലയാള സിനിമകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുശേഷം കുറച്ച് റൂമേഴ്സ് ഒക്കെ വന്നിരുന്നു, ജൂഡ് ആന്റണി ആയിട്ടും ഗിരീഷ് ഏടി ആയിട്ടൊക്കെ. ബട്ട് അവരുടെയൊക്കെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഓൺ ആയി. ആൻഡ് അതിലൊന്നും ജയറാമേട്ടൻ പാട്ടല്ല. ജയറാമേട്ടൻ്റെ ഒഫീഷ്യലായിട്ട് ഇനി ഒരു നെക്സ്റ്റ് മലയാള സിനിമ എന്നൊരു സംഭവം ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു അറിവിൽ പുള്ളി അവസാനമായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കാന്താരയുടെ സെക്കൻഡ് പാർട്ടിൽ എന്തോ ഒരു റാൻഡം ക്യാരക്ടർ റോളായിരിക്കും. വാട്ടെവർ. പുള്ളി ഇങ്ങനെ മറ്റ് ഭാഷകളിൽ ഇങ്ങനെ ഉള്ളൊരു സഹനടനായിട്ട് മാത്രം ഒതുങ്ങേണ്ട ഒരു നടനല്ല. ഹിസ് എൻ എവർഗ്രീൻ എന്റർടൈനർ ഓഫ് മലയാള സിനിമ. 2020 സിനിമയിലെ അവസാനത്തെ ആ ഒരു വോക്കില് ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, മമ്മൂക്ക ഇവരുടെ കൂടെ ജയറാമേട്ടനെ കാണാത്തതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഇന്നും ആ ഒരു സിനിമ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല. ആ ഒരു ക്ലൈമാക്സ് വോക്കില് ഇവരോടൊപ്പം 4ാമതായിട്ട് ലാലു അലക്സിനെയാണ് കാണിക്കുന്നത്. അതിൽ ജയറാമേട്ടൻ ഇല്ല. ആ ഒരു പർട്ടിക്കുലർ പോർഷൻ എനിക്ക് ഇന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു സീനാണ്. സോ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി ജയറാമേട്ടനെ. സോ പുള്ളി ഈ ഒരു അധപ്പതനം, പുള്ളിയുടെ ഈ ഒരു കരിയറിലെ ഈ ഒരു അധപ്പതനം പേഴ്സണലി യാതൊരു തരത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇത്രയും കാലിബർ ഉള്ള മനുഷ്യൻ, ഇപ്പോഴും ആ ഒരു ഫയർ ഉള്ള ആ ഒരു മനുഷ്യൻ വെറുതെ പുള്ളിയുടെ പൊട്ടൻഷ്യൽ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയുമ്പോൾ പേഴ്സണലി നല്ല വിഷമമുണ്ട്. ഇന്നലെ ബബ്ബയുടെ ടീസർ കണ്ടപ്പോഴാണ് ദിലീപേട്ടൻ എന്ത് ചാമിങ് ആയിട്ട്, എന്ത് കിടിലമായിട്ടാണ് പുള്ളി അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് മൂവി ഈസ് ഹിറ്റ് ഓർ ഫ്ലോപ്പ്. അതല്ല, അവരൊക്കെ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്യാനുള്ള ഒരു എഫേർട്ട്. അതാണ് നമ്മൾ ജയറാമേട്ടനെ ഇപ്പം മിസ് ചെയ്യുന്നത്. വെയിറ്റിംഗ് ഫോർ ജയറാമേട്ടൻസ് റീ എൻട്രി ഓൺ മലയാളം.